എന്താ ദേവപദേ അങ്ങ് ആലോചിക്കുന്നത്? നമ്മുടെ അവസ്ഥയെക്കുറിച്ച് തന്നെ. എത്ര കാലമായി ദേവലോകം നഷ്ടപ്പെട്ട് നമ്മളിങ്ങനെ അലയുന്നു. താരകാസുരനെ വധിക്കാൻ മഹാദേവന്റെ പുത്രൻ മുരുകന് മാത്രമേ കഴിയൂ. പക്ഷേ മുരുകനെ മഹാദേവൻ താരകാസുര വധത്തിനായി നിയോഗിക്കുന്നില്ലല്ലോ. നമുക്കിപ്പോൾ ബലമായ സംശയം, ശക്തരിൽ ശക്തനായ താരകാസുരനെ വധിക്കാനുള്ള ശക്തി മുരുകൻ ഉണ്ടാകുമോ എന്നാണ്. താരകാസുരനെ വധിക്കാനുള്ള പ്രാപ്തി മുരുകകുമാരനില്ല എന്ന് ബോധ്യപ്പെട്ടിട്ടല്ലേ മഹാദേവൻ കുമാരനെ നിയോഗിക്കാത്തതെന്ന് സ്വാഭാവികമായും നമുക്ക് സംശയിക്കാം. ദേവന്മാരുടെ ശോച്യാവസ്ഥ കുറച്ചുകാലം നീണ്ടുപോകട്ടെ എന്ന് മഹാദേവൻ നിശ്ചയിച്ചിട്ടുണ്ടാകുമോ? പരീക്ഷണ കുതുകയാണല്ലോ പരമേശ്വരൻ. നാം അങ്ങനെ വിശ്വസിക്കുന്നില്ല. താരകാസുരനെ വധിക്കാനുള്ള സമയമായിട്ടില്ല എന്നാണ് നാം ഇപ്പോഴും വിശ്വസിക്കുന്നത്. നാരായണ 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 നാരായണ. പ്രണാമം ദേവർഷേ. പ്രണാമം. താരകാസുര വധം നടക്കാത്തത് മുരുകകുമാരന് താരകനെ വധിക്കാനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ടല്ലേ എന്ന് നാം ഒഴികെയുള്ള ദേവന്മാർക്കൊരു സന്ദേഹം. എന്താണ് നാരദരുടെ അഭിപ്രായം? നാം അതിനെക്കുറിച്ച് എന്ത് അഭിപ്രായം പറയാനാണ്? നാരായണ നാരായണ. ദേവർഷേ, ഒഴിഞ്ഞു മാറരുത്. ഞങ്ങളുടെ ഭാവിയുടെ പ്രശ്നമാണ്. എല്ലാം അറിയുന്ന അങ്ങ് വ്യക്തമായ ഒരു അഭിപ്രായം പറയണം. നാം മനസ്സിലാക്കിയിടത്തോളം മുരുകകുമാരൻ തികഞ്ഞ ധിക്കാരിയാണ്. പ്രായവും സ്ഥാനമാനങ്ങളും നോക്കാതെ ആരോടും നാക്കിട്ടടിക്കും. അതായത് കുമാരന്റെ ശക്തി നാവിനാണ്. ആയുധപ്രയോഗത്തിനുള്ള കരബല ശക്തി ഇല്ലേ ഇല്ല. പിന്നെങ്ങനെ താരകാസുരനെ വധിക്കും? അമൂല്യവും പരമപവിത്രവുമാണ് വേദങ്ങളെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ആ വേദങ്ങളെ തൃണസമാനമാക്കി ധാർഷ്ട്യത്തോടെ കടലിൽ വലിച്ചെറിഞ്ഞവനാണ് കുമാരൻ. അത്രയും വലിയ മഹാപാപമുണ്ടോ? ആ മഹാപാപം വളരെ വലിയ ഒരു ദൗർബല്യമായി കുമാരനെ ബാധിച്ചു കഴിഞ്ഞു. ശക്തിയുടെ മൂർത്തിഭാവമായ താരകാസുരനെ ദൗർബല്യം ബാധിച്ച ഒരു ബാലകൻ എങ്ങനെ വധിക്കാൻ? താരകാസുരനെ വധിക്കാൻ പിറന്നവനെന്ന ശിരോലിഖിതം കുമാരനുണ്ടെന്ന് ത്രിമൂർത്തികൾ തറപ്പിച്ചു പറയുന്നുണ്ടല്ലോ. ത്രിമൂർത്തികൾക്കോ താരകനെ വധിക്കാൻ കഴിയില്ല. എന്നാൽ പിന്നെ അങ്ങനെ ഒരു ശിരോലിഖിതമുള്ളവനുണ്ടെന്നും പറഞ്ഞ് നിങ്ങളെ വെറുതെ ആശ്വസിപ്പിച്ചതാ, സമാധാനിപ്പിച്ചതാ. നാരായണ 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 നാരായണ. നാരായണ നാരായണ. പ്രണാമം കുമാര. പ്രണാമം. എന്തൊക്കെയാണ് മുനിശ്രേഷ്ഠ വിശേഷങ്ങൾ? സന്ദേഹം സന്ദേഹം, കടുത്ത സന്ദേഹം. സന്ദേഹമോ? ആർക്കാണ് സന്ദേഹം? ഇന്ദ്രൻ, അഗ്നി, വായു, വരുണദേവന്മാർക്ക് തന്നെ. കുമാരന് താരകാസുരനെ വധിക്കാനുള്ള ശക്തിയുണ്ടോ എന്നാണ് അവരുടെ ശക്തമായ സന്ദേഹം. ഓഹോ, ദേവന്മാർ മുരുകന്റെ ശക്തിയെക്കുറിച്ച് സംശയിക്കാനും തുടങ്ങിയോ? എന്തൊക്കെയാണ് അവർ പറയുന്നത്? കുമാരന് പ്രായത്തിൽ മുതിർന്നവരോട് നാക്കിട്ടടിക്കാനുള്ള ശക്തിയേ ഉള്ളൂ, ആയുധം പ്രയോഗിക്കാനുള്ള ശക്തി ഇല്ലെന്ന്. നാരായണ നാരായണ. വേദങ്ങളെടുത്ത് കടലിലെറിഞ്ഞ മഹാപാപം കുമാരനിൽ ദൗർബല്യമായി ബാധിച്ചിട്ടുണ്ടെന്നും താരകാസുരന്റെ ചെറുവിരൽ അനക്കാൻ പോലും കുമാരന് കഴിയില്ലെന്നുമാണ് മറ്റൊരഭിപ്രായം. ഇന്ദ്രന് ദിവ്യായുധങ്ങൾ പലതുമുണ്ടെന്ന ഹുങ്ക്, അഗ്നിക്ക് അഗ്നിപ്പെരുമ, വായുവരുണന്മാർക്ക് കാറ്റും ജലവും സ്വാധീനത്തിലുണ്ടെന്ന അഹന്ത. എന്നിട്ടാണോ താരകാസുരനെ ഭയന്ന് പാത്തും പതുങ്ങിയും നടന്നത്? ഭീരുക്കൾ. ആ ഗതികെട്ട് അലഞ്ഞിട്ടും അഹന്തയ്ക്ക് ഒരു കുറവുമില്ല. കാണിച്ചു കൊടുക്കാം. മുരുകന്റെ ശക്തിപ്പെരുമ എന്തെന്ന് കാട്ടിക്കൊടുക്കുന്നുണ്ട്. അയ്യോ, അരുതുകുമാര. ഇന്ദ്രനോട് പകവീട്ടാൻ ചെന്നാൽ വജ്രായുധം പ്രയോഗിക്കാനും മടിക്കില്ല. വജ്രായുധമൊക്കെ വട്ടപൂജമാക്കുന്നുണ്ട് നാം.
നാരായണ നാരായണ. അറിയിക്കേണ്ടതെല്ലാം അറിയിച്ചു കഴിഞ്ഞു. ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് കാത്തിരുന്ന് കാണാം. നാരായണ നാരായണ. നിൽക്കൂ. ആരാണ് നീ? കാമധേനു എന്ന പശു എവിടെയാ നിൽക്കുന്നത്? കവാടം കഴിഞ്ഞ് ഉള്ളിലാണ്. കേവലം ഒരു പ്രജയായ നിനക്ക് ദേവലോകത്ത് എന്താ കാര്യം? എനിക്ക് അകത്തേക്ക് പോണം. സാധ്യമല്ല. അനുവാദം കൂടാതെ ആരെയും അകത്തേക്ക് വിടരുതെന്ന് കൽപ്പനയുണ്ട്. ദേവേന്ദ്ര പ്രഭു, പ്രഭു, ദേവലോകത്ത് നിന്ന് കാമധേനുവിനെ ഒരു ബാലകൻ മോഷ്ടിച്ചോണ്ട് പോയി. ബാലകനോ? അതെ, ഒരു കറുത്ത ബാലകൻ. പശുവിനെ കൊണ്ട് പോകുന്നത് ഞാൻ ഒളിച്ചിരുന്ന് കണ്ടു. അവൻ അകലെയൊന്നും പോയിട്ടുണ്ടാവില്ല. കറുത്ത ബാലകൻ? കാമധേനുവിനെ മോഷ്ടിക്കാൻ ധൈര്യപ്പെട്ട ആ ബാലകൻ ആരായിരിക്കും? കണ്ടുപിടിക്കണം. പരമദുഷ്ടനെങ്കിലും താരകാസുരൻ കാമധേനുവിനെ നന്നായി പരിപാലിക്കുന്നുണ്ടെന്നാ കേട്ടത്. കാമധേനുവിന്റെ ദിവ്യമായ പാല് സേവിച്ചാണ് താരകാസുരൻ ഊർജം നിലനിർത്തുന്നത്. ആ കാമധേനുവിനെ നമുക്ക് വീണ്ടെടുക്കണം. നമുക്കതിനെ വളർത്താം. ആ ബാലനെ ഉടൻ കണ്ടുപിടിക്കണം. അതിന് നിങ്ങളാരും വരണമെന്നില്ല. നാം അവനെ കണ്ടുപിടിച്ച് അവൻ ആരായാലും ഊതിപ്പറപ്പിച്ച് നിങ്ങളുടെ മുന്നിലിട്ട് തരുന്നുണ്ട് നാം. പുറകെ കാമധേനുവുമായി നാം എത്തിയിരിക്കും. എന്നാൽ വേഗമാകട്ടെ. ഏയ് ബാലക, ആരാണ് നീ? പശുവിനെ മേയ്ക്കുന്നവനാ. ആ പശു ആരുടേതാണ്? എന്റെ സ്വന്തം പശുവാണ്. കളവ് പറയുന്നോ? ആ പശുവിനെ നീ മോഷ്ടിച്ചതല്ലേ? ആണെങ്കിലോ നിങ്ങൾ എന്ത് ചെയ്യും? ഛേ, ധിക്കാരി! നാം ആരാണെന്നറിയാമോ? നിങ്ങൾ ആരാണെന്ന് എനിക്കറിയേണ്ട കാര്യമില്ല. ഇല്ലേ? എന്നാൽ ആ പശു ആരുടേതാണെന്ന് നീ അറിയണം. നിന്നെ പോലെ കാലിമേച്ച് നടക്കുന്ന ഒരുവന് മോഷ്ടിച്ചു കൊണ്ടുവന്ന് വളർത്താനുള്ളതല്ല ആ പശു. അത് ദേവന്മാരുടെ പശുവാണ്, കാമധേനു. പശുവിനെ കൊണ്ടുപോകാൻ വന്ന വായുദേവനാണ് നാം. ഓഹോ, വായുദേവനാണെങ്കിൽ വെറുതെ പറന്നങ്ങ് പോയാ മതി. പശുവിനെ കൊണ്ടുപോകാൻ സാധ്യമല്ല. പശുവിനെ കൊണ്ടുപോവുക മാത്രമല്ല, അതിനെ മോഷ്ടിച്ചതിനുള്ള ശിക്ഷയും നാം നിനക്ക് തന്നിരിക്കും. ദേ വായുദേവ, എന്നോട് കളിച്ച അതിന്റെ ഫലം അറിഞ്ഞിരിക്കും. അത്രയ്ക്കായോ? നിന്നെ പറപ്പിക്കുന്നുണ്ട് നാം. എന്നാൽ ആ കുന്നിന്റെ മുകളിലേക്ക് വരൂ. എന്നാൽ നാമം വരുന്നു.
പശുവിനെ മോഷ്ടിച്ചു കൊണ്ടുപോയ ബാലനെ ഊതി പറപ്പിച്ച് കാൽക്കൽ കൊണ്ടിടുമെന്ന് പറഞ്ഞ് വായുദേവൻ തന്നെ പറന്നു വന്ന് വീഴുകയോ? എന്തു പറ്റി വായുദേവ? ആ കറുത്ത ബാലകനെ കണ്ടില്ലേ? അവനെ കണ്ടതിന്റെ ഫലമാ നിങ്ങളിപ്പോ കണ്ടത്. അവൻ സാധാരണ ബാലകനൊന്നുമല്ല, എന്തോ മായിക വിദ്യാവശമുള്ള അതിശക്തനായ ബാലകനാണ്. നാം സൃഷ്ടിച്ചു വിട്ട കാറ്റിനെ ആവാഹിച്ചു പിടിച്ച് അതേ കാറ്റുകൊണ്ട് തന്നെ നമ്മെ പറപ്പിച്ചുയർത്തി വീഴ്ത്തിയവനാണ് ആ ബാലകൻ. അവനെ പരാജയപ്പെടുത്താൻ ആരാലും സാധ്യമല്ല. എന്നങ്ങ് തീർത്ത് വിധി എഴുതാതെ ദേവ, അങ്ങയുടെ കഴിവുകേട് കൊണ്ട് പരാജയം സംഭവിച്ചു എന്നുവെച്ച് നമുക്കും വരുണദേവനും ഒക്കെ പരാജയം സംഭവിക്കണമെന്നുണ്ടോ? എന്നാൽ പോയി വിജയം നേടിക്കൊണ്ടുവരൂ, കാണാലോ നമുക്ക്. നാം പോകാം. ശക്തമായ പ്രളയം സൃഷ്ടിച്ച് ആ ബാലകനെയും കാമധേനുവിനെയും ഒഴുക്കിൽപ്പെടുത്തി നാം ഇവിടെ എത്തിച്ചിരിക്കും. അതിനുള്ള അവസരം നാം തന്നിട്ട് വേണ്ടേ? ആ ധിക്കാരിയായ ബാലനെ ചുട്ടരിച്ച ഭസ്മവും ഒപ്പം കാമധേനുവുമായി നാം മടങ്ങി വന്നിരിക്കും. എങ്കിൽ അഗ്നിദേവൻ തന്നെ പോകട്ടെ. വായുദേവനെ പറത്തിയെറിഞ്ഞ് ആഹ്ലാദം ആഘോഷിക്കാൻ ആ ധിക്കാരി ചെക്കനും കൂട്ടർക്കും അവസരം കൊടുക്കരുത്. ഇല്ല ദേവപദേ, തകർത്തിരിക്കും അവനെ. ഹേ ബാലക, നാം അഗ്നിദേവനാണ്. അതിന് നാം എന്താണ് വേണ്ടത്? നീ ഒരു ദിവ്യനാണെന്നറിഞ്ഞു. നമ്മുടെ ചെറിയൊരു നാളം മതി നിന്നെ ചുട്ടരിക്കാൻ. ഓഹോ, അപ്പോ നിങ്ങളും ദേവന്മാരുടെ കൂട്ടത്തിലുള്ളതാണ് അല്ലേ? അതെ. എങ്ങനെ മനസ്സിലായി? വീരവാദം കേട്ടപ്പോ മനസ്സിലായി. വീരവാദമോ? നാം അതിശക്തനായ അഗ്നിദേവനാണ്. നിന്റെ അനുവാദം കൂടാതെ കാമധേനുവിനെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. പക്ഷേ നിന്നെ ചുട്ടരിച്ച ഭസ്മം കൂടി കൊണ്ടു ചെല്ലാമെന്ന് നാം വാക്കു കൊടുത്തുപോയി. വാക്ക് പാലിക്കണ്ടേ ബാലക? പിന്നെ പാലിക്കണം. വായുദേവൻ വാക്ക് പാലിച്ചിട്ട് മടങ്ങി വന്നത് കണ്ടില്ലേ ദേവാ? പരിഹസിക്കുന്നു. അനുഭവിച്ചോ നീ? നിങ്ങളുടെ അഗ്നിക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ പോയി നിങ്ങളുടെ തലവനുണ്ടല്ലോ ദേവേന്ദ്രൻ, അയാളെ പറഞ്ഞയക്കൂ. ഒരു തീഗോളക്കാരൻ വന്നിരിക്കുന്നു, പോയിക്കോ. എവിടെ ആ കറുത്ത ബാലകനെ ചുട്ടരിച്ച ഭസ്മം? എവിടെ കാമധേനു? നമുക്കും പിണഞ്ഞത് ദയനീയ പരാജയം തന്നെ. വായുദേവൻ പറഞ്ഞതിൽ ഒട്ടും അതിശയോക്തിയില്ല. അതീവ ബലശാലിയാണ് അവൻ. കൊടുങ്കാറ്റിന് പോലും പ്രതിരോധിക്കാൻ കഴിയാത്ത നമ്മുടെ അഗ്നിനാളത്തെ അവൻ ഊതിക്കെടുത്തിയിരിക്കുന്നു. പെട്ടെന്ന് മറയാനും അടുത്ത ക്ഷണത്തിൽ പ്രത്യക്ഷപ്പെടാനും ജലപ്പരപ്പിൽ ചവിട്ടി നിൽക്കാനും ഒക്കെയുള്ള അവന്റെ കഴിവ് അപാരം തന്നെയാണ്. ഏതോ നീചശക്തി അവന്റെ സ്വാധീനത്തിലുണ്ട്. എങ്കിൽ പിന്നെ വെറുതെ ജലപ്രളയം സൃഷ്ടിച്ച് പരാജയപ്പെട്ട് ഇളിഭിനായി മടങ്ങി വരാൻ നാം പോകണോ ഇന്ദ്രപ്രഭു? വേണ്ട. ഇനി പോകുന്നെങ്കിൽ ദേവാധിപനാണ് പോകേണ്ടത്. നാം പരാജയപ്പെട്ടപ്പോൾ നിന്റെ തലവനായ ദേവേന്ദ്രനെ പറഞ്ഞേക്ക് കാട്ടിക്കൊടുക്കാം എന്നാണ് അവൻ പറഞ്ഞത്. അതൊരു വെല്ലുവിളിയായിരുന്നു. ഓ, എങ്കിൽ ആ വെല്ലുവിളി നാം ഏറ്റെടുക്കുന്നു. നമ്മുടെ വജ്രായുധത്തിന് മുന്നിൽ അവന്റെ നീചശക്തി വിജയിക്കുന്നത് നമുക്കൊന്ന് കാണണം. വെറുതെ പരാജയം ഏറ്റുവാങ്ങാൻ വേണ്ടി പരാജയപ്പെടാനല്ല,
ഉജ്ജ്വല വിജയം ഏറ്റുവാങ്ങാനാണ് ദേവേന്ദ്രന്റെ പുറപ്പാട്. ഒരു നിസാരനായ ബാലകനിൽ നിന്നും കാമധേനുവിനെ പോലും മോചിപ്പിക്കാൻ കഴിയാത്ത ദുർബലനാണ് ദേവേന്ദ്രൻ എന്ന ദുഷ്കീർത്തി. അത് നമുക്ക് താങ്ങാവുന്നതിനപ്പുറമാണ്. ദേവേന്ദ്രന്റെ ആയോധന പാടവം, അവനെ തകർക്കുന്ന കാഴ്ച, അത് കാണാൻ നിങ്ങളും വരും.